റമദാന്റെ സ്നേഹ സന്ദേശം പ്രായോഗികമാക്കി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. കഴിഞ്ഞ 26 വർഷമായി സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമൂഹ നോമ്പുതുറ മലയാളികൾ ഉൾപ്പെടെ താഴ്ന്ന വരുമാനക്കാരായ 1000-ഓളം പേർക്കാണ് ദിനേന ആശ്വാസമാകുന്നത്. കഴിഞ്ഞ 26 വർഷമായി റമദാൻ മാസത്തിലെ വൈകുന്നേരങ്ങളിൽ റിയാദിലെ ബത്തഹയിൽ നിന്നും മുടങ്ങാതെ കാണുന്ന കാഴ്ചയാണിത്. റമദാനിന്റെ പ്രധാന സന്ദേശങ്ങളിലൊന്നായ സഹജീവി സ്നേഹം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികളെ ചേർത്തുപിടിച്ച് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒരുക്കുന്ന നോമ്പുതുറയിൽ പങ്കെടുക്കുവാനും വിഭവസമൃദ്ധമായ ഇഫ്താർ കിറ്റുകൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുവാനും 1000-ഓളം പേരാണ് ദിനേനെ ഇവിടെ എത്തുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള 1000-ഓളം പ്രവാസികൾക്ക് ദിനേന ലഭിക്കുന്ന ഈ ഇഫ്താർ വിരുന്നും സ്നേഹപ്പൊതിയും കുറച്ചൊന്നുമല്ല ആശ്വാസം പകരുന്നത്. ഇസ്ലാമിക മതകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ ബത്ഹ ദഅവ അവയർനെസ് സൊസൈറ്റിയുടെ സഹായത്തിലാണ് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പൂർണ്ണസജ്ജരായ 40ഓളം ഇസ്ലാഹി സെന്റർ പ്രവർത്തകരാണ് നോമ്പ് തുറക്കാൻ എത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. ആദ്യമെത്തുന്ന 300ഓളം പേർക്ക് ഇസ്ലാഹി സെന്ററിന്റെ വിശാലമായ ഓഡിറ്റോറിയത്തിലും ബാക്കിയുള്ളവർക്ക് ഇഫ്താർ കിറ്റുമായാണ് നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്. നോമ്പ് തുറക്കാൻ എത്തുന്നവർക്കായി സംഘടനയുടെ നേതൃത്വത്തിൽ വൈജ്ഞാനിക ക്ലാസുകളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മത്സര വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി വരുന്നുണ്ട്. ഇഫ്താറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് റമദാനിന്റെ സ്നേഹ സന്ദേശം കൂടുതൽ മലയാളികളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതായി ഇസ്ലാഹി സെന്റർ GCC കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും ഇഫ്താർ കമ്മിറ്റി ചെയർമാനുമായ സുൽഫിക്കർ, ഇഫ്താർ കമ്മിറ്റി കൺവീനർ അബ്ദുൽ വഹാബ് പാലത്തിങ്കൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ, ബത്ഹ ദഅവ അവയർനെസ് സൊസൈറ്റി മലയാളി വിഭാഗം മേധാവി മുഹമ്മദ് കുട്ടി കടന്നമണ്ണ, വളണ്ടിയർ ക്യാപ്റ്റൻ ഇക്ബാൽ വേങ്ങര എന്നിവർ അറിയിച്ചു. വൈജ്ഞാനിക ക്ലാസുകളും അതോടൊപ്പം പുസ്തക വിതരണവും എല്ലാം നടന്നു വരുന്നുണ്ട്. ബത്തയിലെ ഏറ്റവും സാധാരണക്കാരായ മലയാളികൾക്ക് ഷോപ്പുകളിലും മറ്റും ജോലി ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദം നടക്കുന്ന അതിൽ തന്നെ ഏക ഇഫ്താർ കൂടിയാണ് ഈ ജനകീയ ഇഫ്താർ. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്.